ശ്രീരാമൻ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്, അതൊരു ഫാക്ടാണ്. ഭക്തരുടെ വിശ്വാസത്തെ അടക്കം വഞ്ചിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാണ് ഈ രാമഭക്തരുടെ, രാമനെ ആരാധിക്കുന്ന, രാമനെ വിശ്വസിക്കുന്ന ഭക്തരുടെ അഗ്നി പരീക്ഷ നടത്തുന്നത്? ആര്യ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗാന്ധിജിയുടെ രാമനാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ശ്രീരാമൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയം ഉണ്ടായില്ല. നമ്പറിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ. ചിലപ്പോൾ 7 കോടി ആയിരിക്കാം, ചിലപ്പോ 200 കോടി ആയിരിക്കാം, ചിലപ്പോൾ 400 ആയിരിക്കാം, ചിലപ്പോൾ 1400 ആയിരിക്കാം, ചിലപ്പോൾ 5000 ആയിരിക്കാം. നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആ ശ്രീരാമൻ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്, അതൊരു ഫാക്ടാണ്. രണ്ട്, ശ്രീരാമ ജന്മഭൂമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രാണപ്രതിഷ്ഠാ ദിവസം അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ബാബരി മസ്ജിദിനോടുത്തിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി, ശ്രീരാമക്ഷേത്രത്തിലും പോയി. അവിടെ നമ്മളാൽ കഴിയുന്ന 2 സ്ഥലങ്ങളിലും ചെറിയൊരു കോൺട്രിബ്യൂഷനും കൊടുത്തു. ആ ഭക്തരുടെ വിശ്വാസത്തെ അടക്കം വഞ്ചിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആരാണ് ഇതിന്റെ പിന്നിൽ, ആർക്കാണ് ഉത്തരവാദിത്തം? കുറെയൊക്കെ പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷെ അതിനപ്പുറം ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ഇറ്റ് എന്ന് പറയുന്ന പോലെ ഇതിന് ആരാണ് ഉത്തരവാദി? ശബരിമല, നമ്മുടെ അയോധ്യ മാത്രമല്ല, ശബരിമലയിലടക്കം ആരാണ് ആ തെറ്റിന് ഉത്തരവാദി എന്ന് കണ്ടെത്തുകയും ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. ഉദാഹരണം, ശബരിമല എന്റെ പെറ്റീഷനിലാണ്, ഞാൻ എന്റെ ഡ്രൈവറുടെ പേരിൽ കൊടുത്ത പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരുന്നത്. അതൊരു അക്കൗണ്ടബിലിറ്റി മെഷറാണ്. അതേപോലെ എല്ലായിടത്തും അക്കൗണ്ടബിലിറ്റി, അമ്പലങ്ങൾ മാത്രമല്ല, അമ്പലവും പള്ളിയും മോസ്കും ചർച്ചും ആശ്രമങ്ങളും എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ വരണം. അതാത് വിശ്വാസധാരയിലുള്ളവർക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കാനും കഴിയണം. അങ്ങനത്തെ പോസിറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് സംസാരിക്കണം. രണ്ട്, ഇനിയും ഏതെങ്കിലും ഒരു സർക്കാർ, ഇപ്പൊ ഇവിടുത്തെ CPM സർക്കാർ നിൽക്കുമ്പോഴും ഹൈക്കോടതി ഉള്ളതുകൊണ്ടല്ലേ കുറച്ചെങ്കിലും ശബരിമല അന്വേഷണം നേരിട്ട് പോയത്. അപ്പൊ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഇതിൽ വരാതിരിക്കാൻ കോർട്ട് മോണിറ്റേർഡ് പ്രോബ്, അവിടുത്തെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇടപെട്ട് ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബ്. ഇപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഇതിന്റെ ഈ ട്രസ്റ്റിൽ ഒരാൾ ആരാണെന്ന് അറിയുമോ? നമ്മുടെ CAG-യിലെ സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഓണററി ഈ പാനലിലുണ്ട്, ഈ ട്രസ്റ്റിന്റെ പാനലിലുണ്ട്. അതെങ്ങനെ സാധിക്കും? അപ്പോൾ ആര് ഇതിന്റെ കണക്ക് വരവ് ചെലവ് കണക്കുകൾ ആര് ഓഡിറ്റ് ചെയ്യും? CAG-യുടെ ഒരു അംഗം ഈ ഇന്ന് ഞാൻ നോക്കുമ്പോഴും ആ സൈറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ CAG-യിലെ ഒരു അംഗം ഇതിൽ നിൽക്കുമ്പോൾ ആരാണ് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുക? അവിടെയാണ് അറിയാം, പലതും ഫിഗറേറ്റീവ് ആണ്, സിംബോളിക് ആയിട്ട് വരുന്നതാണ്. അവിടെയാണ് കോർട്ട് മോണിറ്ററിംഗിന് വേണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കോടതിയും സൈന്യവുമാണ് ഏറ്റവും വിശ്വാസയോഗ്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇന്നും സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഇന്ത്യക്കാരെ ഒരേപോലെ കാണുമെന്നും നമ്മൾ എല്ലാവർക്കും നീതി തരുമെന്നും കാണുന്നത് കോടതിയും പട്ടാളത്തെയുമാണ്. അപ്പം കോടതിയുടെ മോണിറ്ററിംഗിലുള്ള ഒരു പ്രോബ് വേണം. ആർക്കൊക്കെ തെറ്റുപറ്റി ആ തെറ്റുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, ചമ്പത് റായുടെ ഡ്രൈവറുടെ കഥ പലതും പറയുന്നുണ്ട്. ഡ്രൈവർക്ക് 50 കോടി രൂപ വിലയുള്ളൊരു സ്ഥലവും വീടും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ആ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ, ടിന്നു യാദവിനോട് ചോദിച്ചപ്പോൾ ടിന്നു യാദവ് പറയുന്നത് ഞാൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കിയതാണെന്നാണ്. അപ്പൊ എന്തായാലും ഓട്ടോ ഓടിച്ച ഒരാൾക്ക് 50 കോടിയുടെ വീടോ സ്ഥലമോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും ഒരു മാസീവ് തെഫ്റ്റ് നടന്നു. NDTV അടക്കമുള്ള, അതായത് അദാനി നേതൃത്വം നൽകുന്ന NDTV അടക്കമുള്ള, അദാനിക്ക് എന്താ പറയുക ഓണർഷിപ്പ് ഉള്ള NDTV അടക്കം, ഇപ്പൊ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ ബാത്റൂം വഴിയൊക്കെ അവിടുത്തെ സ്വത്തുകളും മറ്റും എടുത്തുകൊണ്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. പറ്റി സൂചിപ്പിച്ചത് നേഷൻ വാണ്ട്സ് ടു നോ എന്നുള്ള മുറവിളികളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ 1-2 റിപ്പബ്ലിക്കിൽ ഇരുന്നില്ല, ഇന്ത്യ ടുഡേയില് CNN അടക്കമുള്ള ചാനൽ ഇരുന്നു. ചാനലുകൾ ഈ വിഷയം എടുക്കുന്നുണ്ട്. അത് BJPക്ക് എതിരായി തന്നെ, അതായത് പൊതുവെ റൈറ്റ് ലീനിങ് ആയ ചാനലുകൾ പോലും ശക്തമായി BJPയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. ഇല്ലെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പൊ CPM-ഉം കോൺഗ്രസും BJPയും ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവരൊരിക്കലും ബലി കഴിക്കില്ല. കാര്യം അത് ആ പാർട്ടിക്ക് തന്നെ, ഒരു വരി കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം, പാർട്ടിക്ക് തന്നെ ദൂരവ്യാപകമായി ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രോബ് വന്നാലേ സാധാരണ ജനങ്ങൾ വിശ്വസിക്കൂ. ഇത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. കാര്യം ആത്യന്തികമായി ഇതിന്റെ കള്ളന്മാരെ രക്ഷിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടാവരുത്. ചെറിയ മീനുകളെ മാത്രം പിടിച്ചു എന്ന ഫീലിംഗ് ഉണ്ടാവരുത്. നമുക്കറിയാലോ, ഒരു ഡ്രൈവർ വിചാരിച്ച എത്ര രൂപ കടത്താൻ പറ്റും? ഒരു ഡ്രൈവറും താഴേക്കടയിലുള്ള ആൾക്കാരല്ല, ഇതിന്റെ ഹയർ അപ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടി പിടിക്കണം. അങ്ങനെ ശക്തമായ നിലപാടുകൾ എടുക്കണം. അതിന് കോടതിയുടെ മോണിറ്ററിംഗ് ഉള്ള ഒരു പ്രോബ് മാത്രമേ ഉള്ളൂ. ഇതായിരിക്കും എല്ലാവർക്കും നല്ലത്. ട്രസ്റ്റിനും നല്ലത്, വിശ്വാസത്തിനും നല്ലത്, അമ്പലത്തിനും നല്ലത്, സാധാരണക്കാർക്ക് നല്ലത്. അങ്ങനെ ഒരു